സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ആണ് ബെർണൗളി റാൻഡം വേരിയബിൾ. ബെർണൗളി റാൻഡം വേരിയബിൾ അറിയുന്നതിന് മുന്നേ ബെർണൗളി ട്രയൽ എന്താണെന്ന് നമുക്കറിയാം. സോ കൺസിഡർ ട്രയൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാം, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിൽ കിട്ടുന്ന ഔട്ട്കംസിനെ നമുക്ക് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ എന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു ബെർണൗളി ട്രയൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസിഡർ എ കോയിൻ ടോസ്. നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്യാണ്. അതിന് ആകെ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്, ഒന്നെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹെഡിനെ സക്സസ് ആയിട്ടും ടെയിലിനെ ഫെയിലിയർ ആയിട്ടും ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ടെയിലിനെ സക്സസ് ആയിട്ടോ ഹെഡിനെ ഫെയിലിയർ ആയിട്ടോ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഡസൻ മാറ്റർ. ബട്ട് ഇതൊരു ബെർണൗളി ട്രയലാണ്, കാരണം ഇതിൻ്റെ ഔട്ട്കംസിനെ നമുക്ക് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഈ കോയിൻ ടോസിൻ്റെ എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ഇതിൽ രണ്ട് പോസിബിൾ ഔട്ട്കംസ് ആണുള്ളത്, ഒന്ന് ഹെഡ്, മറ്റേത് ടെയിൽ. ഇതിൽ ഹെഡിനെ നമ്മൾ സക്സസ് ആയിട്ടും ടെയിലിനെ ഫെയിലിയർ ആയിട്ടും ഡിഫൈൻ ചെയ്യണം. ഇനി നമ്മളൊരു റാൻഡം വേരിയബിളിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ബി ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ എക്സ്. നമുക്കറിയാം, റാൻഡം വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ. അത് സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസിനെ റിയൽ ലൈനിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ലെറ്റ് സക്സസ് ബി മാപ്ഡ് ഓൺ ടു 1 ആൻഡ് ലെറ്റ് ഫെയിലിയർ ബി മാപ്ഡ് ഓൺ ടു 0. അപ്പോൾ നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് ഹെഡിനെ 1ലേക്കും ടെയിലിനെ 0ലേക്കും മാപ്പ് ചെയ്യുന്നു. അതായത് സക്സസിനെ 1ലേക്കും ഫെയിലിയറിനെ 0ലേക്കും മാപ്പ് ചെയ്യുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ 1, അതായത് റാൻഡം വേരിയബിൾ എപ്പോഴാണ് 1 എടുക്കുന്നത്? 1 എടുക്കുന്നത് നമ്മൾ ടോയിൻ കോസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്കം സക്സസ് ആണെങ്കിലല്ലേ. സക്സസ് ആവണമെങ്കിൽ ഹെഡ് ആവണം. സോ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്. അതൊരു അൺബയാസ്ഡ് കോയിൻ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 0.5. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ. ആകെ രണ്ട് ഔട്ട്കംസ് ആണുള്ളത്, ഒന്ന് സക്സസും ഒന്ന് ഫെയിലിയർ ആണ്. നമുക്കറിയാം, ഒരു സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഇവന്റ്സിന്റെ സം ഓഫ് ദ പ്രോബബിലിറ്റീസ് ഈസ് ഈക്വൽ ടു 1. സോ പ്രോബബിലിറ്റി ഓഫ് ഹെഡ് ഈസ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടെയിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ഈസ് ഈക്വൽ ടു 1 - 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2. നമ്മുടെ കോയിൻ ടോസ് എക്സാമ്പിളിൽ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസുമാണ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബെർണൗളി റാൻഡം വേരിയബിൾ. കാരണം ഇതൊരു ബെർണൗളി ട്രയലാണ്. ഇതിൻ്റെ ഔട്ട്കമ്മിന് സക്സസ് അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി സക്സസിനെ മാപ്പ് ചെയ്യുന്നത് 1ലേക്കും ഫെയിലിയറിനെ മാപ്പ് ചെയ്യുന്നത് 0ലേക്കുമാണ്. ഇതേപോലെയാണ് ഒരു ബെർണൗളി റാൻഡം വേരിയബിളിൻ്റെ സ്ട്രക്ചർ. ഈ റൈറ്റ് സൈഡിൽ റെഡ് ഇങ്കിൽ കൊടുത്തിരിക്കുന്നത് ഒരു ജനറൽ ബെർണൗളി റാൻഡം വേരിയബിൾ ആണ്. അതിൽ റാൻഡം വേരിയബിൾ അവിടെ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 1ഉം 0 തന്നെയാണ്. ഇവിടെ 1 എടുക്കുന്ന അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ആണ്. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ സ്മോൾ ലെറ്റർ പി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ റാൻഡം വേരിയബിൾ 0 എടുക്കുന്നത് നമ്മൾ 1 - p ഫിസിക്കലി ക്യൂ കൊണ്ടാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയറിനെ ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണ്. ഇറ്റ് ഫോളോസ് ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദിസ് പാരാമീറ്റർ പി. ഈ സ്മോൾ ലെറ്റർ പി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. സോ ഈ റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ തരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി റേസ് ടു എക്സ് ടൈംസ് 1 - p ഹോൾ റേസ് ടു 1 - x. ഇവിടെ എക്സിന് 0ഉം 1ഉം എടുക്കാൻ സാധിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് എ ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ. ബെർണൗളി ബെർണൗളി റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് 0ഉം 1ഉം ആണ്. 1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സക്സസ് ആണ്, പ്രോബബിലിറ്റി ഓഫ് സക്സസ്. സോ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് ഈക്വൽ ടു പി റേസ് ടു 1 - p ഹോൾ റേസ് ടു 1 - 1, അതായത് പി. കാരണം പി ഡിനോട്ട് ചെയ്യുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. അതേപോലെ ഫെയിലിയർ, പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ 0, p റേസ് ടു 0 1 - p ഹോൾ റേസ് ടു 1 - 1 0 is equal to 1 - p. സോ ഒരു ബെർണൗളി റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഒരു PMF എന്ന് പറയുന്നതാണ്. ഒരു ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി റേസ് ടു എക്സ് ടൈംസ് 1 - p ഹോൾ റേസ് ടു 1 - x. സോ നമ്മളൊരു ബെർണൗളി ട്രയൽ എന്താണെന്ന്, ബെർണൗളി റാൻഡം വേരിയബിൾ എന്താണെന്ന്, ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ്റെ PMF എന്താണെന്ന് നോക്കി. ഇനി നമുക്ക് ഈ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സോ ഈ പ്രോബ്ലം നമ്മോട് ചോദിക്കുന്നത് വേറൊന്നല്ല, നമ്മളൊരു അൺബയാസ്ഡ് 6-sided ഡൈസ് ത്രോ ചെയ്യാം. അപ്പോൾ ഡൈസ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 ഔട്ട്കംസ് കിട്ടും. അതായത് 1 തുടങ്ങി 6 വരെയുള്ള ഏതെങ്കിലും ഇൻറ്റിജർ ആയിരിക്കും നമ്മുടെ ഔട്ട്കം.
അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്കോർ ഓഫ് നോട്ട് ലെസ് ദാൻ 5. അതായത് അഞ്ചല്ലെങ്കിൽ 5-ൽ താഴെ സ്കോർ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അതായത് 5-ന് മേലെയുള്ള സ്കോർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ ഈ ഇവൻറ്റിൻ്റെ ഈ ഒരു 6-sided ഡൈ ത്രോ ചെയ്താലുള്ള സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 അങ്ങനെ 6 വരെയാണ് ഇതിൻ്റെ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ ഇതൊരു ബെർണൗളി ട്രയൽ ആണോ എന്ന് ഡൗട്ട് വന്നു. കാരണം ബെർണൗളി ട്രയലിൽ ആകെ സക്സസും ഫെയിലിയറും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം നമ്മൾ ബെർണൗളി ട്രയലിൻ്റെ കണ്ടീഷൻ എക്സാക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ബെർണൗളി ട്രയലിൻ്റെ കണ്ടീഷൻ പറയുന്നത് നമുക്ക് കിട്ടുന്ന സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസിനെ സക്സസ് ആയിട്ടും ഫെയിലിയർ ആയിട്ടും കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ സെറ്റ് ഓഫ് പോസിബിൾ ഔട്ട്കംസിനെ സക്സസ് ആയിട്ടും ഫെയിലിയർ ആയിട്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റിൻ്റെ ലൈക്ക്. അതായത് ഒരു സെറ്റ് ഓഫ് ഇവൻസിനെ ലെസ് ദാൻ 5ഉം മറ്റൊരു സെറ്റ് ഓഫ് ഇവനെ നോട്ട് ലെസ് ദാൻ 5ഉം ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഈ ഇവൻ്റ് എന്തായിരിക്കും? ലെസ് ദാൻ 5 എന്ന് പറയുന്നത് 1 തുടങ്ങി 4 വരെയുള്ള സ്കോർ കിട്ടിയാലാണ് ലെസ് ദാൻ 5 എന്നുള്ളൊരു ഇവൻ്റ് ആവുന്നത്. ഈ ഇവൻ്റ് എന്ന് പറയുന്നത് 5ഉം അല്ലെങ്കിൽ 6ഓ കിട്ടിയാലുള്ള ഒരു ഇവൻ്റാണ് നോട്ട് ലെസ് ദാൻ 5 എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് റാൻഡം വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? റാൻഡം വേരിയബിൾ ഈ ഒരു ഇവൻറ്റിൽ ഏതെങ്കിലും സ്കോർ ആണെങ്കിൽ അത് ഫെയിലിയർ ആയിട്ടും ഈ ഒരു ഇവൻറ്റിൽ ഏതെങ്കിലും സ്കോർ ആണെങ്കിൽ അത് സക്സസ് ആയിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇതൊരു ബെർണൗളി ട്രയൽ തന്നെയാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സ്കോർ നോട്ട് ലെസ് ദാൻ 5 ഇൻ എ ത്രോ ഓഫ് എ 6-sided ഡൈ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ 1 എത്രയാണ്? അതായത് ഈ ഇവൻറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഈ എല്ലാ ഔട്ട്കംസും ഈക്വലി ലൈക്ലി ആയതുകൊണ്ട് തന്നെ 5ഉം 6ഉം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6 + 1/6 ആണ്, വിച്ച് ഈസ് 2/6. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് x = 0 അതെന്ന് പറയുന്നത് 4/6 ആണ്. കാരണം 1 തുടങ്ങി 4 വരെ 4 സ്കോർസ് ഉണ്ട്, 4 നമ്പർ ഉണ്ട്. അപ്പോൾ 4/6 ആണ്. അപ്പോൾ ഈ റാൻഡം വേരിയബിളിൻ്റെ PMF എന്ന് പറയുന്നത് f of x = പ്രോബബിലിറ്റി ഓഫ് സക്സസ് 2/6. അതിന് നമുക്ക് 1/3 എന്ന് എഴുതാം റേസ് ടു x, പിന്നെ 1 - p, ഇത് 2/3 റേസ് ടു 1 - x. where x can take value 0, വേരിയബിൾ x ബെർണൗളി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുകയാണെന്ന് നമ്മൾ പറയും. അതിൻ്റെ PMF f of x = p/x times 1 - p all raised to 1 - x ആണെങ്കിൽ where x takes value 0, 1. ഇനി നമ്മൾ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ബൈനോമിയൽ റാൻഡം വേരിയബിളിന് മുന്നേ നമ്മൾ എന്താണ് ഒരു ബെർണൗളി എക്സ്പെരിമെൻ്റ് എന്നറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഇതുവരെ നോക്കിയ ബെർണൗളി എക്സ്പെരിമെൻറ്റിൽ അല്ലെങ്കിൽ ബെർണൗളി ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ബെർണൗളി ട്രയൽ എന്താണെന്ന് കണ്ടു. ബെർണൗളി ട്രയൽ ഇൻവോൾവ്സ് ഓൺലി 1 റാൻഡം എക്സ്പെരിമെൻറ്റ്. നമ്മളാകെ ഒരു തവണ മാത്രമേ ഈ ബെർണൗളി ട്രയൽ ചെയ്യുന്നുള്ളൂ. നമ്മളെടുത്ത എക്സാമ്പിൾ കോയിൻ ടോസ് എടുക്കുക. നമ്മൾ ഒരു പ്രാവശ്യമേ ഈ കോയിൻ ടോസ് ചെയ്യുന്നുള്ളൂ, 2 പ്രാവശ്യം ടോസ് ചെയ്യുന്നില്ല. നമ്മൾ ഡൈ റോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടു, ഡൈ റോൾ ചെയ്യുമ്പോൾ നമ്മൾ സക്സസ് ഡിഫൈൻ ചെയ്ത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് സക്സസ് ആയിട്ടും ആ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ പെടാത്ത വേറെ ഏത് നമ്പർ കിട്ടുകയാണെങ്കിൽ അത് ഫെയിലിയർ ആയിട്ടും അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അവിടെയും നമ്മൾ ഒരു പ്രാവശ്യമാണ് ഡൈ റോൾ ചെയ്യുന്നത്, 2 പ്രാവശ്യം റോൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ബെർണൗളി എക്സ്പെരിമെൻറ്റിലേക്ക് വരുമ്പോൾ ബെർണൗളി എക്സ്പെരിമെൻറ്റ് റെഫേഴ്സ് ടു സീരീസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബെർണൗളി ട്രയലിനെ ആണ് ബെർണൗളി എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ബെർണൗളി ട്രയൽ ആണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. ബെർണൗളി എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഒന്നോ ചിലപ്പോൾ 1 കൂടുതലോ ചെയ്യാം. ഒന്നാണെങ്കിലും അതൊരു ബെർണൗളി എക്സ്പെരിമെൻ്റ് ആണ്. n = 1 എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ബെർണൗളി ട്രയൽ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബെർണൗളി ട്രയൽ കിട്ടും. പ്രോബബിലിറ്റിയിൽ നമ്മൾ പഠിച്ച അതേ ഇൻഡിപെൻഡൻസിൻ്റെ നോഷൻ തന്നെയാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ബെർണൗളി ട്രയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന ആ ഇൻഡിപെൻഡൻസ്. റാൻഡം എക്സ്പെരിമെൻറ്റ് കൺസിഡർ ചെയ്യാണ്, അതിൻ്റെ സാമ്പിൾ സ്പേസ് S എന്ന് ഡിനോട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ 2 ഇവൻറ്റ്സ് നമ്മൾ ചൂസ് ചെയ്യണം, E എന്നും F എന്നും വിളിക്കാം. 2 ഇവൻ്റ് ആണ്. ഈ ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. ദാറ്റ് ഈസ് E∩F ഈസ് നോട്ട് ഈക്വൽ ടു 5. അങ്ങനെയാണ് ഈ 2 ഇവൻ്റ് എപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയുക? പ്രോബബിലിറ്റി ഓഫ് E, അതായത് പ്രോബബിലിറ്റി ഓഫ് E given F
ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ തന്നെയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഈ രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. സോ ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഫിസിക്കൽ പ്രോബബിലിറ്റി ഓഫ് ഇ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ്, വിച്ച് ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ടൈംസ് പ്രോബബിലിറ്റി ഓഫ് എഫ് ആണ്. അപ്പോൾ ഇതാണ് രണ്ട് ഇവൻറ്റ്സ് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഫിസിക്കൽ പ്രോബബിലിറ്റി ഓഫ് ഇ ആയിരിക്കണം. ഇത് പറയുന്ന വേറെ ഒന്നുമല്ല, ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഓൾറെഡി എഫ് ഒക്കർ ചെയ്താൽ എങ്കിൽ ഈ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുകയില്ല കുറയേയില്ല. എന്തായിരുന്നോ പ്രോബബിലിറ്റി ഓഫ് ഇ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരുന്നു എന്ന് വയ്ക്കാം, 1നും 0യ്ക്കും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരുന്നു. ഇവന്റ് എഫ് ഒക്കർ ചെയ്താലും ആ പ്രോബബിലിറ്റി ഓഫ് ഇ അനങ്ങത്തേയില്ല, അതേ വാല്യൂ തന്നെയായിരിക്കും, അതേ കെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എഫ് ഇ എന്നുള്ള ഇവന്റ് ഒക്കർ ചെയ്താലുള്ള പ്രോബബിലിറ്റിയും അല്ലാതെ നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് സാധാ കണ്ടക്ട് ചെയ്ത് കിട്ടുന്ന പ്രോബബിലിറ്റിയും രണ്ടും സെയിം ആയിരിക്കും.